ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും തേങ്ങയൊന്നും അരയ്ക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. 2 കപ്പ് തൈരാണ് ഉള്ളത്. അത് നമുക്കൊന്ന് വിസ്ക് വെച്ചിട്ടോ മിക്സിയുടെ ജാറിലോ ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, 3-4 വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഒരു 3-4 പച്ചമുളക് കീറിയത്, പിന്നെ 2-3 ഉണക്കമുളക് അതുകൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-15 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ ഒരു പിഞ്ച് കായപ്പൊടി, ഇത്ര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മോര് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ ഈ മോര് കാച്ചുമ്പോഴും അതുപോലെ രസമൊക്കെ വെക്കുമ്പോൾ മൺപാത്രത്തിൽ വെക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ബാക്കിയുള്ള മോര് ഞാനൊരു മൺപാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇത് അങ്ങ് തിളച്ച് പോകണ്ട, ഒരു നല്ല ചൂട് പരുവത്തിലാകുമ്പോൾ മതി, അത്രയും മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തേങ്ങയൊന്നും അരയ്ക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മോരുകറിയുടെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്